ഈ ജാമ്യ ഉത്തരവ് താങ്കൾ പരിശോധിച്ച് കാണും എന്ന് കരുതുന്നു. എന്താണ് ഈ ഉത്തരവ് വായിക്കുമ്പോൾ തോന്നുന്നത്? ഇപ്പൊ പ്രോസിക്യൂഷൻ പറയുന്നുണ്ടായിരുന്നു ശക്തമായ സന്ദേശം നൽകണം ജാമ്യം നൽകാതെ എന്ന്. ജാമ്യം നൽകുന്നതിന്റെ നിയമവശങ്ങളൊക്കെ ഉത്തരവിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഉത്തരവിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട്. ബോബി ചെമ്മണ്ണൂറിനെ ഞാൻ വിചാരിക്കുന്നു സാധാരണ കേരളത്തിലെ സ്ത്രീജനങ്ങൾ 4 ദിവസമെങ്കിൽ 4 ദിവസം അഴികൾക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് ശക്തമായൊരു സന്ദേശം തന്നെ ജനങ്ങൾക്കിടയിൽ നൽകും. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ ആവശ്യമില്ല, അത്തരത്തിൽ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ ദിവസങ്ങൾ അകാരണമായി ഒരാളെ ജയിലിൽ ഇടണ്ട എന്ന് ആയിരിക്കാമോ കോടതി വിലയിരുത്തിയിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഈ ബെയിൽ കൊടുക്കുന്ന സമയം വച്ചിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ബോബി ഫാൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നിപ്പോൾ ആ ജയിലിന് മുമ്പിൽ വന്ന് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധികൾ നമ്മൾ ദിവസവും ഫേസ്ബുക്കിൽ ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി ഓരോ പേജും നമ്മൾ ഓരോ പേജ് പരിശോധിക്കുമ്പോൾ 10,000-വും 15,000-വും ലൈക്കും ഒക്കെയാണ് അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് വളരെ സംഘടിതമായിട്ട് ഒരു മൂവ്മെന്റ് ബോബി ചെമ്മണ്ണൂർ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോടതി കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു എങ്കിൽ എന്ന ഒരു വനിത എന്നുള്ള നിലയിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഏതായാലും ഇന്ന് അത്തരത്തിലുള്ളൊരു വിധി നമുക്ക് ലഭ്യമായിട്ടില്ല എന്നത് വളരെ ഖേദകരം തന്നെയാണ്. പക്ഷേ